ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി. ലനോറ, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. ഭാരതീയ സംസ്കാരത്തിലെ അതിവിശിഷ്ടമായ മഹായാഗത്തിന് നിലമ്പൂരിന്റെ മണ്ണ് സാക്ഷ്യം വഹിക്കുന്നു. 2024 മാർച്ച് 18 മുതൽ 22 വരെ നിലമ്പൂർ മയ്യംതാനി ശ്രീ ഭദ്രകാളി പരമേശ്വരി ദേവി ക്ഷേത്രാങ്കണത്തിൽ. മലയോര മേഖലയിലെ കർഷകർ അനുഭവിക്കുന്ന വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണുമെന്ന് വയനാട് ലോക്സഭാ LDF സ്ഥാനാർത്ഥി ആനി രാജ പറഞ്ഞു. മൂത്തേടം ഫാത്തിമ കോളേജിൽ വിദ്യാർത്ഥികളെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാൻ എത്തിയതായിരുന്നു ആനി രാജ. രാത്രികാല യാത്രാ നിരോധന സൌകര്യമൊരുക്കുന്നതിന് ലോക്സഭയിൽ ഇടപെടലുകൾ നടത്തി നിയമ ഭേദഗതി വരുത്തുന്നതിനു വേണ്ടി ഏതറ്റം വരെയും പോയി അക്കാര്യം സാധ്യമാക്കുമെന്ന് ഉറപ്പു നൽകുന്നതായും അവർ കൂട്ടിച്ചേർത്തു. ഈ കാർഷിക വിളകൾ വിള കൊയ്യുമ്പോൾ വിളവെടുക്കുമ്പോൾ വിറ്റ് ആ കാശ് അതിന് ഉപയോഗപ്പെടുത്താമെന്നുള്ള ഒരു വലിയ ആഗ്രഹവുമായാണ് ഓരോ വിത്തും നടുന്നത്. എന്നാൽ ആ വിത്ത് നട്ട് അധിക ദിവസം കഴിയുന്നതിന് മുമ്പ് അതൊക്കെ തന്നെ വന്യമൃഗങ്ങൾ നശിപ്പിക്കുന്നത് നിങ്ങളുടെ അനുഭവമാണ്. ഞാനും അത്തരമൊരിടത്തിൽ നിന്നാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് പരിഹരിക്കേണ്ടത് അതിന് ശാശ്വത പരിഹാരം വേണം. അതിന് ശാശ്വത പരിഹാരം അതോടൊപ്പം രാത്രികാല യാത്രാ നിരോധനം എന്നുള്ളത് ഇതെല്ലാം കൂടി ചേർന്നുള്ള ഒരു വിഷയമാണ്. ആ വിഷയം പരിഹരിക്കണമെങ്കിൽ പാർലമെന്റിൽ ഇടപെടൽ നടത്തി നിയമത്തിൽ ഭേദഗതി വരുത്തിയെങ്കിൽ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. അത് സാധ്യമാക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോയി ആ കാര്യം നിർവഹിക്കുമെന്നുള്ള ഉറപ്പാണ് അവസാനമായി എനിക്ക് നൽകാനുള്ളത്. ആ വിഷയം അതുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളോട് എല്ലാവരോടുമുള്ള ഒരു അഭ്യർത്ഥന, അരിവാൾ നെൽക്കതിരടയാളത്തിൽ വോട്ട് ചെയ്ത് തന്നെ വിജയിപ്പിച്ച് നിങ്ങളോടൊപ്പം ഉണ്ടാകാനുള്ള. കോളേജിലെത്തിയ സ്ഥാനാർത്ഥിയെ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഗീത ജാനറ്റ് വിറ്റസും അധ്യാപകരും ചേർന്ന് സ്വീകരിച്ചു. ആനി രാജ മുഴുവൻ വിദ്യാർത്ഥികളോടും വോട്ട് അഭ്യർത്ഥിച്ചു. LDF നേതാക്കളായ T രവീന്ദ്രൻ, AT റജി, ഷാനവാസ്, PM ബഷീർ, K മനോജ്, M മുജീബ് റഹ്മാൻ എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു.